എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ആകാശത്ത് ഏതോ ഒരുത്തൻ അങ്ങനെ ഹായായിട്ട് നിൽക്കാണ്. അവൻ ഉച്ചത്തിൽ പറയും സ്റ്റാറിന്റെ വിധി അത് അധികം വൈകാതെ ഇവിടേക്ക് എത്തും. അതിന് നമ്മൾ ഉപയോഗിക്കുക അവനെ തന്നെയായിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ബൊറൂട്ടോയും അവന്റെ ഫ്രണ്ട്സും അവരെല്ലാവരും ചേർന്ന് ഒരു സിനിമ കാണാൻ തിയേറ്ററിലേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് അവര് കാണുന്ന ആ ഒരു ഫിലിം കാണിക്കും. ഫിലിമിലാണെങ്കിൽ ഒരു വലിയ വില്ലൻ സംഘം അവരാണെങ്കിൽ കുറച്ച് കുട്ടികളെ ഹോസ്റ്റേജായി പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഉടനെ ആ കുട്ടികൾ പറയും ഉറപ്പായിട്ടും ഞങ്ങളെ രക്ഷിക്കാൻ അവൻ വരും. അവരത് പറഞ്ഞു തീരേണ്ട താമസം ആ കഥയിലെ കഥാനായകൻ അവൻ അവിടേക്ക് വന്ന് അവന്റെ കണ്ണിൽ നിന്ന് ഒരു ചുവന്ന പവർ അത് പുറത്തേക്ക് റിലീസ് ചെയ്യും. ഹീറോയുടെ പേര് അത് കാഗെ മാസ്റ്റർ എന്നാണ്. അവൻ നിമിഷ നേരം കൊണ്ട് ആ വില്ലന്മാരെ മുഴുവൻ അടിച്ചു നിലംപരിശാക്കി ആ ഹോസ്റ്റേജ് കുട്ടികളെ അവരെ മുഴുവനെയും ഇപ്പൊ രക്ഷിക്കും. കാഗെ മാസ്റ്റർ പറയും ഞാനാണ് സാക്ഷാൽ കാഗെ മാസ്റ്റർ. എന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഏത് ഈവിൾ സ്പിരിറ്റിനെയും എന്റെ കണ്ണുകൊണ്ട് ഞാൻ തിരിച്ചറിയുന്നൊക്കെ പറഞ്ഞ് വമ്പം പോസ് കൊടുക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ബൊറൂട്ടോയെ കാണിക്കും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ആ പടമൊക്കെ കണ്ട് ഭയങ്കര ആവേശമായിട്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത പടമൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മുടെ ആൾക്കാര് അവര് പുറത്തേക്ക് വരും. അവർ പരസ്പരം ഡിസ്കസ് ചെയ്യും. ഇവാബെ പറയും വാവ് കാഗെ മാസ്റ്റർ ആള് ശരിക്കും അടിപൊളിയാണ്. അത്രയും പവറുള്ള ഒരു ഹീറോയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് തീരെ പിടിക്കില്ല. എനിക്ക് അത്രയ്ക്കൊന്നും ഇഷ്ടമായില്ല. ഉടനെ ഷിക്കട ചോദിക്കും നീ കണ്ണു തള്ളി ആ മൂവി നോക്കിയിരിക്കുന്നത് ഞാൻ കണ്ടതാണ്. ഇവിടെ ഇവാവയ്ക്കാണെങ്കിൽ അത് കേട്ട് ടെൻഷനാവും. നിനക്ക് കുറച്ചെങ്കിലും മര്യാദ ആ ഹീറോയ്ക്ക് കൊടുത്തൂടെ? എനിക്ക് ആ ഹീറോയെ കണ്ടപ്പോ സെവൻത് ഹൊക്കാഗ അതായത് നിന്റെ പപ്പ നറൂട്ടോയാണ് ഓർമ്മ വന്നത്. ആ ഹീറോയും നമ്മുടെ ഹൊക്കാഗ നറൂട്ടോയെ പോലെ ഭയങ്കര പവർഫുൾ ആണ്. അതിന് ബൊറൂട്ടോ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ആരും കരുതും പോലെ നറൂട്ടോ ആളത്ര പെർഫെക്റ്റ് ആയ ആളല്ല. കറക്റ്റ് ടൈം എഴുന്നേക്കില്ല, ഷൂ പോലും പ്രോപ്പറായിട്ട് ഇടാൻ അറിയില്ല, കുളിക്കില്ല, നനക്കില്ല, ഒന്നും ചെയ്യില്ല. കണ്ടിന്യൂസ് ആയി വീട്ടിലേക്ക് വരിക പോലും ഇല്ല. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ മാൻഷനിലേക്ക് ചെന്നപ്പോ ഒരു വീക്ക് മുഴുവൻ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കാതെ കുളിക്കാതെ അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സോ സെവൻത് ഹൊക്കാഗ ആള് നല്ലതല്ല, ആള് ശരിക്കും ബാഡാണ്. ഉടനെ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഷിക്കടയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും ഇപ്പൊ ട്രെയിനില് തിരികെ പോവാണ്. ഉടനെ ഷിക്കട ഇവാബയുടെ വിചാരം എല്ലാ ഹീറോസും ടി വിയിൽ കാണുമ്പോൾ തന്നെ വളരെ സ്റ്റൈലും മാസുമാണെന്നാണ്. പക്ഷെ റിയൽ ഹീറോസ് ഒരിക്കലും അങ്ങനെയല്ല. അവരുടെ ലൈഫ് അത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഉടനെ ബൊറൂട്ടോ പറയും ഹീറോയുടെ കാര്യം മാത്രമല്ല വില്ലന്മാരുടെ അവസ്ഥ അത് തന്നെയാണ്. ഇപ്പൊ തന്നെ ആ ഡാർക്ക് മോൺസ്റ്റർ അത് ഈ ഗ്രാമം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് അന്വേഷിച്ചുകൂടാ? നമുക്ക് തന്നെ അതിനെ കണ്ടുപിടിച്ചൂടെ? അത് കേട്ട് ഷിക്കറ ടെൻഷനാവും. നമ്മളിപ്പോ സ്റ്റുഡൻസ് അല്ലേ, അത്രയും വലിയ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും മുൻപ് ഉറപ്പായിട്ടും ഹൊക്കാഗയുടെ പെർമിഷൻ വാങ്ങണം. അതിന് ബൊറൂട്ടോ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിക്കലും എന്റെ പപ്പ പറയുന്നത് ഒന്നും അനുസരിക്കില്ല. ഷിക്കട പറയും നീ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, എന്നെ കൊണ്ട് പറ്റും പോലെ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. കട്ട് ചെയ്ത നമ്മുടെ ബൊറൂട്ടോ അവനാണെങ്കിൽ വീട്ടിലേക്ക് വന്ന് ആ കാഗേമാസ് ബുക്ക് ഇത് മുഴുവനായിട്ടും കുത്തിയിരുന്ന് വായിക്കുകയാണ്. ആക്ച്വലി നമ്മുടെ ബൊറൂട്ടോയ്ക്ക് കാഗേമാസിനെ ഒത്തിരി ഇഷ്ടമാണ്. ബാക്കിയുള്ളവരുടെ മുൻപിൽ അത് മറച്ചു വെച്ച് വീട്ടിലിരുന്ന് ആ ബുക്കൊക്കെ വായിച്ച് ഇപ്പൊ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. ബൊറൂട്ടോ ആണെങ്കിൽ ആ ഈവിൾ മോൺസ്റ്റർ അതിനെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങും. അതിനാദ്യം കണ്ടത് ബൊറൂട്ടോ ഡെങ്കിയുടെ ബോഡിയിലാണ്. ഡെങ്കിയെ അടിക്കാതെയും ഇടിക്കാതെയും സംസാരിച്ച് കൺവീൻസ് ചെയ്താണ് ഡെങ്കിയെ നോർമലാക്കി മാറ്റി ആ ഒരു മോൺസ്റ്ററിനെ പുറത്തേക്ക് കൊണ്ടുപോയത്. പക്ഷെ അതിനുശേഷം മെറ്റല്ലിയെയും ആ കാർപ്പന്ററിനെയും അവർ രണ്ടുപേരെയും അടിച്ചു ഇടിച്ചുമാണ് അവരുടെ ബോഡിയിൽ കയറിക്കൂടിയ ആ മോൺസ്റ്ററിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. അവസാനമായി മാഗിരെ അവനെയും സംസാരിച്ച് കൺവീൻസ് ചെയ്താണ് ആ ഒരു മോൺസ്റ്റർ പവറിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുത്തത്. ആക്ച്വലി ഇതിനെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നിപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. ഫിസിക്കൽ പവറാണോ മെന്റൽ പവറാണോ അതിന് കൂടുതൽ എഫക്റ്റീവായിട്ട് യൂസ് ആവുക എന്നും എനിക്കൊരു ധാരണയിലെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്റെ ബലമായ സംശയം അതിന് ഇമോഷണലി എന്തോ ഒരു ഫീലിംഗ് ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ വളരെ എളുപ്പത്തിൽ ഇമോഷണലി ബ്ലെയിം ചെയ്ത് നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്നത്. മാത്രമല്ല അതിന് ജോനിയൻ ലെവലിലുള്ളവരെ പോലും അതിന്റെ കൺട്രോൾ കൊണ്ടുവരാനുള്ള പ്രത്യേക കഴിവുണ്ട്. അത് ശരിക്കും അപകടമാണ്. അതെന്ത് പവറായിരിക്കും? ചക്ര പവറാണോ അതോ മറ്റെന്തെങ്കിലും ആണോ? എന്നെ കൊണ്ടല്ലാതെ മറ്റാർക്കും അതിനെ കാണാൻ പോലും കഴിയുന്നില്ല. ഇനി ഒരു പക്ഷേ ഇതൊരു ഇല്യൂഷൻ ആയിരിക്കോ? ഒരിക്കലുമില്ല. അങ്ങനെ ആവാൻ ഒരു ചാൻസും ഇല്ല. ഇതിനൊരു സൊല്യൂഷൻ അത് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. ഞാൻ എൻ്റെ പപ്പയോടോ
സെൻസായോടോ ഇതിനെക്കുറിച്ച് സംസാരിച്ചാലോ? ഇല്ല, അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞ് അവൻ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് അങ്ങനെ ബെഡിൽ കിടക്കും. ആക്ച്വലി ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം എനിക്ക് മാത്രമേ അത് കാണാൻ കഴിയുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഷാഡോ ക്ലൗൺസിനെ മുഴുവൻ ബ്രേക്ക് ചെയ്ത് ഇപ്പൊ പുറത്തേക്ക് പോവും. ബൊറൂട്ടോ എന്തെങ്കിലും കഴിക്കാം എന്ന് കരുതി റെസ്റ്റോറന്റിലേക്ക് വരും. അവിടെ നമ്മുടെ ഷിക്കട അവൻ ഓൾറെഡി ഒരു ചിക്കന്റെ കാലൊക്കെ കടിച്ചു പറിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പൊ രണ്ടുപേരും കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങും. ഷിക്കട പറയും, എനിക്ക് തോന്നുന്നത് നിന്നിൽ അവേക്കനായിട്ടുള്ളത് നിന്റെ അമ്മയുടെ പവറാണ്, ആ വ്യാഹു കണ്ണിന്റെ പവർ. അതവൻ പറയേണ്ട താമസം മീറ്റ്സിയ അവൻ അവിടേക്ക് ചാടി വരും. ഷിക്കട പറഞ്ഞത് കറക്റ്റാണ്, നിന്റെ അമ്മയുടെ പവർ അത് തന്നെയാണ് നിനക്കും കിട്ടിയിരിക്കുന്നത്. നീ ഈ കാര്യങ്ങൾ മുഴുവൻ നിന്റെ അമ്മയോട് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു സൊല്യൂഷൻ നിനക്ക് നിന്റെ അമ്മ പറഞ്ഞു തരും. ഉടനെ ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പോൾ ഒരു ഇമാജിനേഷനിലേക്ക് പോവും. ഇമാജിനേഷനിൽ എന്തോ ഒരു പവർ അവനോട് സംസാരിക്കുകയാണ്. നീയാണ് നക്ഷത്രങ്ങളുടെ രാജാവ്. ഈ ഒരു പവർ അത് നിന്നിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് പലതും ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ് രണ്ട് ചുമന്ന കണ്ണുകളുള്ള മോൺസ്റ്റേഴ്സ് അത് ബൊറൂട്ടോയുടെ അടുത്തേക്ക് വരും. ഇവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ബൊറൂട്ടോ എഴുന്നേറ്റ് അവൻ കണ്ണാടിയിൽ നോക്കും. ഇത്തവണ അവന്റെ ഒരു കണ്ണ് അത് ശരിക്കും വൈറ്റ് ആയിട്ടിരിക്കുകയാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷമാവും. സോ ഈ ലോകത്തിന്റെ വിധി അത് ഞാനാണ് നിർണയിക്കാന്ന് പറഞ്ഞ് അവനിപ്പോ അവിടെ കിടന്ന് തുള്ളിച്ചാടാൻ തുടങ്ങും. അങ്ങനെ ഈ പ്രാന്തന്റെ ശബ്ദം കേട്ട് അവന്റെ അനുജത്തി അവളിപ്പോ ഡോർ തുറന്ന് അവിടേക്ക് വരും. അപ്പൊ നമ്മുടെ ചെക്കൻ അവൻ ആ സൂപ്പർ ഹീറോയെ പോലെ ആ ഫേസ് ഗ്ലാസ് ഒക്കെ എടുത്തു വെച്ച് അങ്ങനെ മാസായിട്ട് നിൽക്കാണ്. എനിക്ക് വ്യാഹു കണ്ണ് കിട്ടി, ഇനി എല്ലാവരുടെയും വിധി അതെന്റെ വിരൽത്തുമ്പിലാണെന്നും പറഞ്ഞ് അവൻ വീണ്ടും ആ ബെഡിൽ കിടന്ന് കുത്തിമറിയും. കട്ട് ചെയ്ത ഷിക്കമരു അവനിപ്പോ നാറൂട്ടോയുടെ അടുത്തേക്ക് വരും. ഷിക്കമരു പറയും, ഷിനോയുടെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് അത് കിട്ടിക്കഴിഞ്ഞു. ആ ബ്ലാക്ക് മോൺസ്റ്റർ പവർ അതിന്റെ തുടക്കം അത് അക്കാദമിയിൽ നിന്നാണ്. ആ അക്കാദമിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ഉത്തരം നമുക്ക് ലഭിക്കാതിരിക്കില്ല. അത് കേട്ട് നാറൂട്ടോ ഞെട്ടും. ഇതിപ്പോഴാണോ പറയണേ? ഇനി ഒരു പക്ഷേ ആ ഈവിൾ പവർ അത് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ബൊറൂട്ടോയാണെങ്കിലോ? അത് കേട്ട് ഷിക്കമരു അവനും ഷോക്കാവും. ഷിക്കമരു പറയും, ഏയ് അതിനൊന്നും ചാൻസ് ഇല്ല. പക്ഷെ നാറൂട്ടോ കുട്ടപ്പനാണെങ്കിൽ ആളുടെ ടെൻഷൻ കൂടിക്കൂടി വരും. അല്ല, ബൊറൂട്ടോയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് എന്റെ അതേ വികൃതി തന്നെയാണ്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ അവനെ വാൺ ചെയ്ത് ഇനി മുതൽ കൺട്രോൾ ചെയ്യും. അതിന് ഷിക്കമരു, ആദ്യം നീ കുറച്ച് റെസ്റ്റ് എടുക്കണം, ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്താ നിന്റെ കാറ്റ് പോകുന്നു പറഞ്ഞ് നാറൂട്ടോയെ കൂട്ടിക്കൊണ്ട് ഇപ്പൊ വീട്ടിലേക്ക് വരും. അപ്പോഴായിരിക്കും നാറൂട്ടോയും ഷിക്കമരുവും ബൊറൂട്ടോയുടെ ശബ്ദം കേൾക്കുക. അവൻ എന്തൊക്കെയോ ബന്ധമില്ലാതെ പിച്ചും പേയൊക്കെ വിളിച്ചു കൂവാണ്. അവർ ടെൻഷനായി ഇപ്പൊ ബൊറൂട്ടോയുടെ റൂമിലേക്ക് വരും. ബൊറൂട്ടോ ഇപ്പോഴും ആ കഥാപാത്രം അത് വിട്ടുമാറാതെ മാസ് ഡയലോഗുകൾ അടിച്ചുകൊണ്ടേയിരിക്കും. ഉടനെ ബൊറൂട്ടോയുടെ അനിയത്തി അവള് പേടിച്ചു വന്ന് നാറൂട്ടോയുടെ കാര്യം പറയും. ബൊറൂട്ടോ അവൻ എന്തൊക്കെയോ വിളിച്ചു കൂവാണ്. അവനിപ്പോ പഴയതുപോലെ അല്ല. നാറൂട്ടോയെ കണ്ട് ബൊറൂട്ടോ അവനിപ്പോ ഹാപ്പി ആയിട്ട് ഓടിയെത്തും. നാറൂട്ടോ ചോദിക്കും, എന്തു പറ്റി? നീ എന്താ എന്തൊക്കെയോ പിച്ചും പേയൊക്കെ വിളിച്ചു കൂവുന്നേ? നീ ഫോർബിഡൻ ജിപ്സുള്ള ഏതെങ്കിലും സ്ക്രോള് അടിച്ചു മാറ്റിയോ? അതിനവൻ പറയും, അയ്യോ ഇല്ല ഇല്ല, ഞാൻ എന്തിനാ ആ സ്ക്രോളൊക്കെ അടിച്ചു മാറ്റുന്നേ? ഉടനെ ഷിക്കമരു, ഒരു മണ്ടൻ അങ്ങനെ ഒരു സ്ക്രോള് അടിച്ചു മാറ്റിയിരുന്നു, അതുകൊണ്ടാണ് നിന്നോട് ചോദിച്ചത്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഇപ്പൊ അത് കേട്ട് ടെൻഷനാവും. അതുപോലുള്ള മാക്രികളുമായി എന്നെ കമ്പയർ ചെയ്യരുത്. ഉടനെ ഹിനട്ടയ്ക്കും ഷിക്കമരുവിനും അവർക്ക് രണ്ടുപേർക്കും ചിരി കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ ഭയങ്കര ആങ്സൈറ്റിയിൽ അവരോട് പറയും, ആ വ്യാഹു കണ്ണ് അതെനിക്ക് അവേക്കനായി. അത് കേട്ട് നാറൂട്ടോ അവന്റെ കണ്ണുകളിലേക്ക് നോക്കും. അത്ര പെട്ടെന്നൊന്നും വ്യാഹു കണ്ണ് അവേക്കനാവില്ല. നീ ഒരുപാട് ട്രെയിനിങ് ഒക്കെ എടുത്താൽ മാത്രമേ അത് അവേക്കനാവൂ. പക്ഷെ ബൊറൂട്ടോ ആണെങ്കിൽ അടിച്ചു പറയും, ഒരിക്കലും ഇല്ല, എനിക്ക് വ്യാഹു കണ്ണ് തന്നെയാണ് അവേക്കനായിരിക്കുന്നത്, എനിക്കത് 100% ഉറപ്പാണ്. അത് കേട്ട് ഹിനട്ട ബൊറൂട്ടോയെ അടുത്തേക്ക് വിളിക്കും. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ നിന്റെ ഗ്രാൻഡ് പേരുടെ അടുത്തേക്ക് പോവുക, അദ്ദേഹം വ്യാഹു കണ്ണിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിനക്ക് പറഞ്ഞു തരും. അവിടെ അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നാറൂട്ടോ, ബൊറൂട്ടോ, അവന്റെ അനുജത്തി അവര് 3 പേരും ഹിനട്ടയുടെ പപ്പയുടെ അടുത്തേക്ക് വരും. ആളെ കണ്ടുടൻ ബൊറൂട്ടോയും അവന്റെ കുഞ്ഞനുജത്തിയും അവർ രണ്ടുപേരും ഗ്രാൻഡ് പേ ഹഗ് ചെയ്ത് അങ്ങനെ സ്നേഹത്തിൽ നിൽക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ഗ്രാൻഡ് പ നാറൂട്ടോയെയും ബൊറൂട്ടോയെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവും. ഗ്രാൻഡ് പ പറയും, നിങ്ങൾ വന്നതിന്റെ ഉദ്ദേശം എനിക്കറിയാം, എല്ലാ കാര്യങ്ങളും ഹിനട്ട ഓൾറെഡി എന്നോട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോഴായിരിക്കും ഗ്രാൻഡ് പ പറയാ, ഒരു കാരണവശാലും വ്യാഹു പവർ അത് അത്ര എളുപ്പത്തിലൊന്നും അവേക്കനാവില്ല, അതിനൊരുപാട് സ്ട്രോങ് ആയിട്ട് ട്രെയിനിങ് എടുക്കണം. നിനക്കിപ്പോ വ്യാഹു കണ്ട് അവേക്കനായിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല,
പക്ഷെ കുഴപ്പമില്ല, ഞാനിത് ചെക്ക് ചെയ്ത് നോക്കാന്ന് പറഞ്ഞ് ഗ്രാൻഡ്പ പുറത്തേക്ക് വന്ന് ആളുടെ വ്യാഹു കണ്ണ് അവേക്കൻ ചെയ്ത് അങ്ങനെ നിൽക്കും. ഗ്രാൻഡ്പയുടെ വ്യാഹു കണ്ണ് കണ്ട് ബൊറൂട്ടോയും നറൂട്ടോയും അവർ രണ്ടുപേരും ഒരുപോലെ ഷോക്ക് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.